പ്രതിപക്ഷം അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയതിനെ തുടർന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് സഭയിലെത്തില്ല. അവിശ്വാസ പ്രമേയത്തിൽ തീരുമാനമാകും വരെ ധാർമ്മികമായി മാറി നിൽക്കാനാണ് തീരുമാനം. മാർച്ച് 9 അവിശ്വാസ പ്രമേയം പരിഗണിച്ചേക്കും. ഇന്ന് ബജറ്റ് ചർച്ച തുടരുമ്പോൾ പ്രതിപക്ഷം സഹകരിക്കും. നോബിൾ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബിൾ, ഇന്നലെ പ്രതിപക്ഷവുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. തുടർന്നാണ് ഈ അവിശ്വാസ പ്രമേയത്തിലേക്കൊക്കെ പ്രതിപക്ഷം നീങ്ങിയത്. എന്തായാലും ലോക്സഭയിൽ അസാധാരണ സംഭവങ്ങളാണ് നടക്കുന്നത്. ഒപ്പം ബജറ്റ് ചർച്ചയിൽ സഹകരിക്കുമെന്ന നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തിയിട്ടുണ്ടല്ലേ? തീർച്ചയായും ലോക്സഭയിൽ അസാധാരണമായ സംഭവങ്ങൾ നടക്കുന്നത്. കാരണം വളരെ അപൂർവമായാണ് ലോക്സഭാ സ്പീക്കർക്ക് എതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന സാഹചര്യം ഉള്ളത്. ആ സാഹചര്യം എന്താണെങ്കിലും വന്നിരിക്കുന്നു. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് 118 എംപിമാർ ഒപ്പിട്ട അവിശ്വാസ പ്രമേയം ലോക്സഭാ സെക്രട്ടറി ജനറലിന് കൈമാറുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ സഭ നിയന്ത്രിക്കാൻ ഓം ബിർള സ്പീക്കറുടെ കസ്റ്റഡിയിൽ ഉണ്ടാകില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. കാരണം ധാർമ്മികമായി താൻ മാറി നിൽക്കുന്നു എന്നാണ്. പ്രത്യേകിച്ച് തനിക്കെതിരെ ഒരു തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു നോൺ കോൺഫിഡൻസ് മോഷൻ, അതായത് തനിക്കൊരു അവിശ്വാസ പ്രമേയം വന്ന പശ്ചാത്തലത്തിൽ താൻ തൽക്കാലം സഭ നിയന്ത്രിക്കുന്നില്ല എന്നാണ് ഓം ബിർളയുടെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് ഏതെങ്കിലും നേതാക്കളായിരിക്കും സഭ നിയന്ത്രിക്കുക എന്നതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ സഭാ നടപടികൾ സുഗമമായി നടത്താനുള്ള തീരുമാനം ഇന്നലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബജറ്റ് ചർച്ചയിൽ ഇന്നലെ കോൺഗ്രസ് കൃത്യമായി പങ്കെടുത്തിരുന്നു. ശശി തരൂർ അടക്കമുള്ള ആളുകൾ, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ അഖിലേഷ് യാദവ് അടക്കമുള്ള ആളുകൾ കൃത്യമായി തന്നെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. സ്വാഭാവികമായും ഇന്നും ചർച്ചകൾ നടക്കും എന്നാണ് വിവരം ഉള്ളത്. പക്ഷേ അതേസമയം സ്പീക്കർ സ്ഥാനത്ത് ഓം ബിർള ഉണ്ടാകില്ല. വരുന്ന മാർച്ച് 9, അതായത് ഈ സെഷൻ ഈ വരുന്ന 13-ാം തീയതി വെള്ളിയാഴ്ചയാണ് അവസാനിക്കുന്നത്. പിന്നീട് ഇതിന്റെ രണ്ടാമത്തെ ഭാഗം ആരംഭിക്കുന്നത് മാർച്ച് 1-നാണ്. അതിനുശേഷം മാർച്ച് 9-ന് ഈ അവിശ്വാസ പ്രമേയം പരിഗണിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഓം ബിർള സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തിയുള്ളൂ. പ്രത്യേകിച്ച് ഇന്നലെ പ്രതിപക്ഷത്തെ 118 എംപിമാർ ഒപ്പിട്ട് ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകുമ്പോൾ അതിൽ തീയതികളടക്കം, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫെബ്രുവരി 2026 എന്ന് രേഖപ്പെടുത്തേണ്ട സ്ഥലത്തൊക്കെ 2025, അത്തരത്തിൽ തീയതികളിൽ വലിയ മാറ്റം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ തള്ളിക്കളയാനുള്ള സാധ്യത ഉണ്ട് എന്നായിരുന്നു ആദ്യ റിപ്പോർട്ടിലുള്ളത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ മാറി നിൽക്കുന്നത്. അത് മാത്രമല്ല ഓം ബിർള തന്നെ ഇതിൽ എത്രയും വേഗം ഒരു തീരുമാനം എടുക്കാനുള്ള നിർദ്ദേശം ലോക്സഭാ സെക്രട്ടേറിയറ്റ് നൽകുകയും ചെയ്തത്. ആ പശ്ചാത്തലം കൂടി ഉണ്ട് എന്നാണെങ്കിലും ഈ വിഷയത്തിന്. ശരി, എന്തായാലും മാർച്ച് 9-നാണ് അവിശ്വാസ പ്രമേയം പരിഗണിക്കാനുള്ള സാധ്യത. അതുവരെ സ്പീക്കർ എത്തില്ല എന്നാണ് പറയുന്നത്. നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകുന്നത്.